ഭഗവാൻ ഉടനെ പറഞ്ഞു, എന്റെ അനുഗ്രഹം സ്വീകരിക്കൂ ഘടോത്കജ. എന്നിട്ട് ഞാൻ പറയുന്ന കേൾക്കൂ. നിന്റെ ശക്തി പ്രദർശിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. നീ യുദ്ധം ചെയ്ത പോലെ ഇനി ആരും ഈ ലോകത്തിന് യുദ്ധം ചെയ്യരുത്. ആ രീതിയിൽ നീ യുദ്ധം ചെയ്യണം. അവിടെ നീ കർണന്റെ ആ ധ്വജസ്തംഭം കണ്ടില്ലേ? അവ ആയുധങ്ങളെടുത്ത് എറിയുന്ന കണ്ടില്ലേ? അവൻ നമ്മുടെ സൈന്യത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മുമ്പിൽ ആർക്കും പിടിച്ചിരിക്കാൻ കഴിയില്ല. അവനെ തടയാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഒരു കപ്പലായി മാറണം ഈ കൗരവ സമുദ്രത്തെ മറികടക്കാൻ. അതിന്റെ ഏറ്റവും മുൻപന്തിയിൽ ഒരു ശ്രാവിനെ പോലെയാണ് കർണൻ ഇപ്പോൾ പാണ്ഡവ സൈന്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ അച്ഛനും നിന്റെ അമ്മാവന്മാർക്കും എല്ലാവർക്കും, ചിറ്റപ്പന്മാർക്കും എല്ലാവർക്കും നിന്റെ സഹായത്തിന്റെ ആവശ്യമുണ്ട്. ഇതിനു വേണ്ടിയാണ് ക്ഷത്രിയന്മാർക്ക് ജന്മം നൽകുന്നത്. നീ തീർച്ചയായിട്ടും ഭീമന്റെ വീരപുത്രനാണ്. അതുകൊണ്ട് രാക്ഷസ, നീ വേഗം ചെന്ന് യുദ്ധം ചെയ്യൂ. നിന്റെ എല്ലാ ശക്തികളും കർണനെതിരെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു.